നമ്മുടെ മിനി ആൽക്കഹോൾ ഗൺ ഉണ്ടാക്കാൻ വേണ്ടി സിമിലർ ആയിട്ടുള്ള 2 ബോട്ടിൽ എടുക്കണം. ആ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ താഴെയായിട്ട്, അതായത് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ക്യാപ്പും 2 ബോട്ടിലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ലെവൽ ചെയ്യണം. കുറച്ച് നല്ല ടൈറ്റ് ഫിറ്റായിട്ടൊക്കെ 2 ക്യാപ്പും ജോയിൻ ചെയ്ത് ഒട്ടിക്കുമ്പോൾ ടൈറ്റ് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് ഇനി നമ്മുടെ 2 ക്യാപ്പ് കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ലെവലിൽ ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒട്ടിക്കാം. നല്ല കറക്റ്റായിട്ട് ലെവലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഇനി ആ ജോയിൻ ആവേണ്ട ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആ ഗ്യാപ്പിലൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ആണ് നമ്മുടെ ആൽക്കഹോളൊക്കെ വെച്ച് കമ്പർഷൻ ഉണ്ടാവുന്നത്. അപ്പം ഒട്ടും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ നല്ല ടൈറ്റായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. എല്ലാവരും നല്ല ടൈറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആൽക്കഹോൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു സ്പാർക്കിംഗ് സിഗരറ്റ് ലൈറ്ററിലൊക്കെ ഉള്ളിൽ വരുന്ന സ്പാർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് ഒരു പഴയ ലൈറ്ററിൽ നിന്ന് നമുക്ക് ആ സ്പാർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്പാർക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്പാർക്ക് ഇഗ്നൈറ്റർ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ നമ്മുടെ സ്പാർക്ക് ഇഗ്നൈറ്ററിൻ്റെ വയർ കമ്പർഷൻ നടക്കുന്ന ആ ബെയറിൽ, അതായത് നമ്മുടെ 2 ബോട്ടിലിൻ്റെ ആ ഒരു ബെയറിൻ്റെ ഉള്ളിലായിട്ട് ഫിറ്റ് ആയിരിക്കും. ഇനി നമ്മളൊരു ഡ്രില്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ വയറും സ്പാർക്ക് ഇഗ്നൈറ്ററും ജസ്റ്റ് പ്ലേസ് ചെയ്യുകയാണ് ക്യാപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്പിൻ്റെ ബോട്ടം ഇനി നമ്മുടെ ഗണ്ണിന് വേണ്ടിയുള്ള ബുള്ളറ്റ്സ് ആണ്, പെല്ലറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോൾ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിംഗ് ബോൾസ് ആണ്. നമുക്ക് സൈക്കിൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു സാധനമാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ബെയറിംഗ് ബോൾസ് ഒരു പെയിനിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ഒരു എണ്ണിക്കൂടെ ഇടുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ചെയ്യുന്ന ബെയറിംഗ് ബോൾ. ഇനി നമ്മുടെ ഈ ഒരു പെയിനിൽ ഒരു എൻഡിൽ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഗ്ലൂ ഒഴിക്കുകയാണ്. അവിടെ ചെറിയൊരു ലെയർ ക്രിയേറ്റ് ആവും. അപ്പം ഈ ലെയർ കൊണ്ട് നമ്മുടെ എൻഡിൽ കൂടെ ഇടുമ്പോഴത്തേക്ക് മറ്റൊരു എൻഡിൽ അത് റിമൂവ് ആയി പുറത്തേക്ക് വരാൻ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഒഴിച്ച ആ ഒരു എൻഡിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് പോകണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ബോളിലൊക്കെ ഇപ്പോൾ ക്യാപ്പ് ഒന്ന് ജസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സൂപ്പർ ഗ്ലൂ ഒഴിച്ച ആ ഒരു എൻഡിൽ കൂടെ എന്ത് കാരണം വെച്ചാലും നമ്മുടെ ബുള്ളറ്റ് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ ആ ഒരു എൻഡാണ് നമ്മൾ ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് പൊസിഷൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഒരു പെയിൻ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ച് ആ ക്യാപ്പിലേക്ക് നല്ല ടൈറ്റായിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്പാർക്ക് ഇഗ്നൈറ്ററും ഇതേപോലെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. ഇനി കുറച്ചും കൂടി നല്ലൊരു എയർ ടൈറ്റായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊരു ഹോട്ട് ഗ്ലൂ ഇടാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ടേപ്പ് ചുറ്റിയാൽ നമുക്കൊരു തിക്ക് ലെയർ ആയിട്ടുള്ള സൂപ്പർ ഗ്ലൂ നമുക്ക് നമ്മുടെ ഈ ഒരു പെയിനിലെയും സ്പാർക്ക് ഇഗ്നൈറ്ററിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേപ്പ് നമ്പർ ഒട്ടിച്ചു ഏകദേശം നല്ല ഷേപ്പ് വന്നതിന് ശേഷം നമ്പർ ഇനി കുറച്ച് ഹോട്ട് ഗ്ലൂ നമ്പർ അവിടെ ഒന്ന് ജസ്റ്റ് പോർ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹൈറ്റിൽ നിങ്ങൾ സൂപ്പർ ഗ്ലൂ ഒന്ന് അവിടെ പോർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് ഹോട്ട് ഗ്ലൂ ഒക്കെ ഡ്രൈ ആയതിനു ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലൊരു തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു ഹോട്ട് ഗ്ലൂ നമുക്ക് അവിടെ ഫോം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റായിട്ട് നമുക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പാർക്ക് ഇഗ്നൈറ്റർ നമ്മുടെ പെയിനെയൊക്കെ ഉള്ള സ്ഥലത്തിൽ കൂടെ ഒട്ടും എയർ ലീക്ക് ആവാതിരിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സ്പാർക്ക് ഇഗ്നൈറ്ററിൻ്റെ വയർ ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ബെൻഡ് ചെയ്യുക ആ മെറ്റലിലേക്കായിട്ട് അടുത്തായിട്ട് കോൺടാക്റ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രിഗർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു സ്പാർക്ക് വരുന്നത് കാണാം. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക സ്പാർക്ക് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആൽക്കഹോൾ ഗണ്ണ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം.
കണ്ടില്ല, നല്ല ഈസി ആയിട്ട് ഒന്ന് പ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഗണ്ണ് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബാണ് ഒരു ജെൽ ടൈപ്പ് വേണ്ട, നമുക്ക് വെള്ളം പോലെ ലിക്വിഡ് ബേസ്ഡ് ഉള്ള ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2 to 3 സ്പ്രേ നമ്മൾ നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എൻഡിൽ നിന്ന് നിങ്ങളൊന്ന് ബുള്ളറ്റ്സ് ഇടുമ്പോൾ ഇത്തരം കണ്ടില്ലേ, മറ്റേ എൻഡിൽ വന്നില്ല, അവിടെ കറക്റ്റ് അത് സ്റ്റക്കായിരിക്കുന്നുണ്ട്. ആ രീതിയിൽ വന്ന് നിങ്ങൾ ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിലൊക്കെ സൂപ്പർ ഗ്ലൂ ഒഴിക്കുമ്പം നോക്കാനുള്ളത്. ഇനി നമ്മുടെ ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് അടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ജസ്റ്റ് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മുടെ ബുള്ളറ്റ്സ് വന്ന് കണ്ടില്ല വീണു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ആൽക്കഹോൾ കത്തിപ്പിടിക്കുന്നതാണ്. ആൽക്കഹോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്, തീ പിടിക്കും. അപ്പോൾ ഭയങ്കര കെയർ എടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ അവിടെ തീ കത്തണമാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യരുത്. കാരണം കാര്യങ്ങൾ അടുത്ത് വേണം. ഭയങ്കര ഡേഞ്ചറാണ്, കുറച്ച് തീയൊക്കെ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഭയങ്കര കെയർഫുള്ളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗണ്ണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ആൽക്കഹോൾ കത്തിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലിൽ 2-3 ഡ്രോപ്പ് ആൽക്കഹോൾ ഒഴിച്ചിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ സ്പാർക്ക് ഇഗ്നൈറ്റർ ട്രിഗർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആൽക്കഹോൾ കത്തിപ്പിടിക്കും. ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലോഷൻ പോലൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്യാസ് കത്തിപ്പിടിക്കുന്ന ഗ്യാസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബുള്ളറ്റ്സിൻ്റെ പുഷ് ചെയ്യും. അപ്പോൾ ഈ ഒരു നല്ലൊരു സോഴ്സ് വരുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് നമ്മുടെ പേനയുടെ ഉള്ളിൽ ചെറിച്ചു പോകും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗണ്ണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ 2-3 എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ്സൊക്കെ ഇട്ടു നമ്മുടെ ആൽക്കഹോളൊക്കെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ട്രിഗർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. 2-3 ട്രയൽസ് നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങൾക്ക്. അതായത് നമ്മുടെ ബുള്ളറ്റ്സ് നല്ല പവർഫുള്ളായിട്ട് നമ്മുടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.